ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഹസീസ് ഡയറി. അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ടൈറ്റാനിക് എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. തിരുവനന്തപുരത്ത് ലുലു മാളിനടുത്തായിട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ടൈറ്റാനിക് കപ്പലിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും അതിൻ്റെ ഉൾഭാഗമൊക്കെ അതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ള ടൈറ്റാനിക് എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ലുലു മാളിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു എക്സിബിഷൻ ഉള്ളത്. ഇവിടെ ആൾക്കൊന്നിന് 100 രൂപ വെച്ചിട്ട് ടിക്കറ്റ് റേറ്റിലാണ് ഉള്ളത്. കൊച്ചുകുട്ടികൾക്ക് ടിക്കറ്റിന് ആവശ്യമില്ല, മുതിർന്നവർക്ക് 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളങ്ങനെ ടൈറ്റാനിക് കപ്പലിലേക്ക് കയറാനായിട്ട് പോകുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ കപ്പലിൻ്റെ ആ ഒരു അതേ ഫീലിൽ തന്നെയാണ് വലിയൊരു ടൈറ്റാനിക് കപ്പലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ കാണുന്ന പോലെയല്ല, നേരിൽ കാണാനായിട്ട് നല്ല ജയൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് തന്നെയാണ്. ജസ്റ്റ് നമ്മൾ ആൾക്കാർ നിൽക്കുന്ന ആ ഒരു ഹൈറ്റും ആ ഒരു കപ്പലിൻ്റെ ഹൈറ്റും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റ് നന്നായിട്ട് പിടികിട്ടും. നല്ല ഒരു കാണാൻ നല്ല വെളിയിൽ നിന്ന് കാണാൻ തന്നെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഭയങ്കര ഒരു അതിശയിപ്പിക്കുന്ന ഒരു രൂപം തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മളിങ്ങനെ കറക്റ്റ് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് വെളിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ. അപ്പോൾ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ DJ അമ്യൂസ്മെൻറ്റ്സ് പ്രസൻസ് എന്ന് എഴുതി ടൈറ്റാനിക് എക്സിബിഷൻ്റെ ഒരു വലിയ ബാനറൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ റോസും ജാക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കയറി പോകുന്നത്. കയറി പോകാൻ നേരത്ത് സ്റ്റെയറിൻ്റെ പുറത്തായിട്ടൊരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്. നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ കയറി പോകുവാണ്. കയറി പോകുന്നവിടെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് DJ അമ്യൂസ്മെൻറ്റ്സ് പ്രസൻസ് ടൈറ്റാനിക് എക്സിബിഷൻ എഴുതിയിരിക്കുന്ന ആ ഒരു റൈറ്റിംഗ് ആണ്. അത് കഴിഞ്ഞാൽ ഇരുവശങ്ങളിലായിട്ട് ടൈറ്റാനിക് ക്രൂവിൻ്റെ ഓരോ മെമ്പേഴ്സിൻ്റെയും റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്യാപ്റ്റൻ്റെ റൂം അതുപോലെ അതിലുള്ള എല്ലാവരുടെയൊക്കെ റൂമും കാര്യങ്ങളാണ് രണ്ട് സൈഡിലുള്ളത്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും കുറച്ച് ഹൈറ്റിലാണ് അവർ ആ ഒരു മോഡൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി പോവുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെയർ കഴിഞ്ഞ് നമ്മൾ കയറി മുകളിലോട്ട് വരുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു കാറ്റും നല്ലൊരു ഫീലാണ് ഉണ്ടാവുക. നമ്മളങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ റോഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കപ്പലിൻ്റെ പുറത്ത് നിന്ന് നോക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ് തോന്നുന്നത്. കപ്പലിൻ്റെ ആ ഒരു ഷേപ്പ് ശരിക്കും കണ്ടാൽ നമുക്ക് ഈ ഒരു ഇതിൽ പോകുമ്പോഴാണ് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ ഇതിങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് റോഡിൽ കൂടി വണ്ടികളൊക്കെ പോകുന്നതൊക്കെ നന്നായിട്ട് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ കാണുന്നത് ലുലുമാളിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് കാണുന്നത് ലുലുമാളിൻ്റെ ബിൽഡിംഗ് ആണ്. തൊട്ടടുത്താണ്. ഇവിടുന്ന് കുറച്ച് മാത്രമേ ഉള്ളൂ. അതാണ് ലുലുമാളിൻ്റെ ബിൽഡിങ്. നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് കപ്പലിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനിലാണ് കേട്ടോ. ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മുടെ ആ ഒരു കപ്പലിൻ്റെ സ്റ്റിയറിങ്ങും ബാക്കി ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല, ഇതെന്താണെന്നൊന്നും ഇതിൻ്റെ മെക്കാനിസം അറിയാവുന്നവർ പറയണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കപ്പലിൻ്റെ മുൻഭാഗത്ത് നിന്ന് നോക്കുന്ന അതേ ഒരു ഫീലിനായിട്ട് ആ ഒരു രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ചൊന്ന് ഡൗൺ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴോട്ട് ചെല്ലുമ്പോൾ ടൈറ്റാനിക്കിൻ്റെ ഓഡിയോ, അതായത് ടൈറ്റാനിക് ഫിലിമിൻ്റെ ഓഡിയോസൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ കുറച്ച് സ്പീക്കറും കാര്യങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. അതായത് ഈ മുൻഭാഗത്ത് കാണുന്നത് അതാണ് കേട്ടോ, സ്പീക്കറാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെയായിരുന്നു നമ്മൾ ഫസ്റ്റ് കയറി വന്നത്. പിന്നെ നമ്മൾ പോകുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. അതായത് ഇരുവശങ്ങളിലും ടൈറ്റാനിക് ക്രൂ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന 2 വാൾസാണ് കാണുന്നത്. വാൾസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു രസമുണ്ട്. ഒരു പ്രത്യേക ലൈറ്റിങ്സും കാര്യങ്ങളും തന്നെ വളരെ മനോഹരമാണ് കേട്ടോ. കണ്ടാലും മനസ്സിലാകത്തില്ല. മുകളിലൊക്കെ ആ ഒരു റൂഫും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒരു മ്യൂസിക്കും കാര്യങ്ങളും കൂടെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ. അപ്പോൾ ഇരുവശങ്ങളിലായിട്ട് ഈ ക്രൂ മെമ്പേഴ്സിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ ചെല്ലുന്നത് വളരെ മനോഹരമായ ഒരു ഹാളിലേക്കാണ് കേട്ടോ. നേരെ നമ്മൾ കാണുന്നത് റൈറ്റിംഗ് അതുപോലെ പെയിൻറ്റിംഗ് റൂമൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അവിടേക്ക് എൻട്രി ഇല്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം കേട്ടോ. എത്രത്തോളം എൻ്റെ ക്യാമറയിൽ ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എനിക്കറിയില്ല. നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ ഈ ഒരു സ്റ്റെയർ ഇറങ്ങിയിട്ട് ഞാൻ നന്നായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. വലിയൊരു ഹാൾ, അതായത് വളരെ വൈഡായിട്ടുള്ള ഒരു ഏരിയ തന്നെ ഇതിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈറ്റാനിക് കപ്പലിൻ്റെ ശരിക്കുള്ള ഹാളിൻ്റെ അതേ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് സംഭവം കറക്റ്റാണ്. അതുപോലെ വളരെ മനോഹരമായ ലൈറ്റാണ് ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഈ ഹാളിൻ്റെ ഏറ്റവും മനോഹരമായൊരു ഒരു ഭംഗി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെയാണ്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇരിക്കാൻ അവിടെ ഇവിടെ നമുക്ക് ഇങ്ങനെ നടന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സെറ്റിങ് കാര്യങ്ങളൊക്കെ, അതുപോലെ റോസിൻ്റെയും ജാക്കിൻ്റെയൊക്കെ കുറേ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു. നമ്മൾ അവധിക്കാലം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകത്തേക്കുള്ള വഴിയുടെ ഇരുവശങ്ങളിലായിട്ടും ഇതുപോലെ റോസിൻ്റെയും ജാക്കിൻ്റെയും ഒരു മനോഹരമായ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം 4 മണിക്ക് ശേഷം 6 മണി വരെയാണ് ഇവിടേക്കുള്ള എൻട്രി. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു പിക്ചർ കേട്ടോ.
അതും കഴിഞ്ഞ് നമ്മൾ കയറി പോകുന്നത് ചെറിയൊരു ഹാളിലേക്കാണ്. ഇവിടെ നമ്മൾ യങ്ങായിട്ടുള്ള റോസിനെയാണ് കാണിക്കുന്നത്. ആ ഫിലിമിൽ കാണുന്ന അതേ റോസും അതുപോലെ ഇത് കുറച്ച് ഓൾഡേജിനായത് ഇപ്പോഴത്തെ ഒരു റോസിനെയാണ് കാണിക്കുന്നത്. അവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് അവർ 4 സൈഡും വാൾ നല്ല മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചധികം തന്നെ കൊറിഡോർ കഴിഞ്ഞിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ 2 സൈഡിലും നല്ല രീതിക്ക് തന്നെ ഒരു സെറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വഴിയൊക്കെ വളരെ കൃത്യമായിട്ട് ആരോ മാർക്കൊക്കെ കൊടുത്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ കാർപ്പറ്റൊക്കെ നല്ല ക്ലീനായിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറി കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് റൈറ്റിൽ കാണുന്നത് ആ ഒരു പെയിൻറ്റിങ് റൂമാണ്. നമ്മൾ ആ ഫിലിമിൽ കാണുന്ന ഒരു റോസിൻ്റെയും ജാക്കിൻ്റെയൊക്കെ ഒരു പെയിൻറ്റിങ് റൂമാണ് കേട്ടോ. അതായത് നല്ല രീതിയിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. റോസിൻ്റെ ജാക്കിൻ്റെയൊക്കെ കുറച്ച് പെയിൻറ്റിങ്സ് നമ്മൾ ആ ഫിലിമിൽ കാണുന്ന കുറച്ച് ഒരു രംഗങ്ങളൊക്കെ അവർ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പിക്ചർ വരയ്ക്കുന്ന ജാക്കും അതുപോലെ ആ ഒരു പിക്ചർ ആയിട്ടിക്ക് വേണ്ടിയിട്ട് കിടക്കുന്ന ആ ഒരു വീലുള്ള റോസും ഒക്കെ എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയിരുന്നത്. അതുപോലെ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ കയറി പോകുന്നത് മറ്റൊരു റൂമിലേക്കാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ടൈറ്റാനിക്കിൻ്റെ ഹിസ്റ്ററി ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ ടൈറ്റാനിക്കിൻ്റെ എൻഡിങ് വരെയുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് അവർ വോളിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വളരെ മനോഹരമായൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ശരിക്കും ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. കാരണം ജസ്റ്റ് ഒരു കപ്പലിലായിരിക്കും, വെറുതെ നിങ്ങൾ കയറുമായിരിക്കുന്നൊരു ഫീലാവുണ്ടാവും. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോഴാണ് ശരിക്കും അതിശയിപ്പിച്ച് പോകുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി, ഇവരൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു DG അമ്യൂസ്മെൻറ്റ്സിൻ്റെ ടാങ്ക്സ് വിസിറ്റിംഗ് എഴുതിയിട്ടുണ്ട്. അതിന് റോസിൻ്റെ ജാക്കിൻ്റെ മനോഹരമായൊരു ആ ഒരു ഫോട്ടോഗ്രാഫൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മ്യൂസിക് റൂം ഉണ്ടല്ലോ, ടൈറ്റാനിക്കിൻ്റെ മ്യൂസിക് റൂം കാര്യങ്ങൾ, അതുപോലെ മുകളിലായിട്ട് റോസിൻ ജാക്ക് നിൽക്കുന്ന ആ ഒരു പിക്ചർ. അത് പിന്നെ നമ്മൾ ഇവിടെ കാണുന്നത് നമ്മുടെ ടൈറ്റാനിക് മുങ്ങിപ്പോകുന്ന അതവർ വരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഒരു 3D എഫക്റ്റിൽ അവർ വരച്ചത് അവിടെ ഷോ ചെയ്തിട്ടുണ്ട്. ടൈറ്റാനിക്കുള്ളിൽ തന്നെ ടൈറ്റാനിക്ക് നശിച്ചു മുങ്ങിപ്പോകുന്ന ആ ഒരു സീന് ശരിക്കും ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഒത്തിരി ആകർഷിച്ചൊരു സ്ഥലമാണ്. നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ ടൈറ്റാനിക് കപ്പലിൻ്റെ ഒരു മിനിയേച്ചർ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ശരിക്കും നന്നായിട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനൊക്കെ എല്ലാവരും അവിടേക്ക് തിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ടൈറ്റാനിക്കിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് കണ്ടില്ലേ, നല്ല മനോഹരമായിട്ട് നല്ല രസമുണ്ട് അത് കാണാൻ. ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഫുള്ള് വോളിലെ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളാണ് കേട്ടോ. അതായത് ടൈറ്റാനിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോഗ്രാഫ്സാണ്. ടൈറ്റാനിക്കിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള കുറച്ച് ഫോട്ടോഗ്രാഫ്സ്. അതുപോലെ റോസിൻ്റെ ഒരു മാല ഇവിടെ കൊടുത്തിട്ടുണ്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ. ഇതിൽ കാണുന്ന പോലെ നല്ല ഷൈനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ടൈറ്റാനിക് ക്രൂ മെമ്പേഴ്സാണ് ഇതേ കണ്ടില്ലേ, സബ്മെർസിബിൾ ക്രൂ നോക്കിയിട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ കുറച്ച് പേരുടെ ഫോട്ടോസ്, അതുപോലെ ടൈറ്റാനിക് മുങ്ങിപ്പോകുന്ന ഒരു ഫോട്ടോഗ്രാഫ്സ്, ടൈറ്റാനിക്കിന് മുങ്ങിയ ശേഷം എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോഗ്രാഫ്സൊക്കെ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല. എല്ലാവരും നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഡെത്ത് ഓഫ് ടൈറ്റാനിക് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ആ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ അവർ പെയിൻറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു, പെയിൻറ്റിംഗ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് റൂം കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ആ ഒരു ഫിലിമിൽ കാണുന്ന കുറച്ച് ഐറ്റംസ്, അവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ കുറച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നിന്ന് വായിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലാവും. നമ്മൾ അധികം നേരം പിന്നെ അവിടെ നിന്നില്ല. അപ്പോഴേക്കും പുറത്ത് പാർക്ക് ഉണ്ടെന്നുള്ള ഒരു അമ്യൂസ്മെൻറ്റ്സ് റൈഡ്സൊക്കെ ഉണ്ടെന്നൊക്കെ കുട്ടികൾ അറിവ് കിട്ടി. പിന്നെ അവരൊരു സെക്കൻഡ് അവിടെ നിന്നില്ല. പിന്നെ അവർ നല്ല വെപ്രാളം കുട്ടി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താക്കി, ഈ ഐറ്റംസൊക്കെ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വീഡിയോസ് എടുത്ത ശേഷം നമ്മളൊന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ആ റൂമിൻ്റെ ഒരു ഓവറോൾ രൂപം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുള്ള് കണ്ട് ഇതും വലിയൊരു ഹാൾ തന്നെയാണ്. എല്ലാവരും കണ്ടില്ല, ഒത്തിരി പേര് ഒന്ന് ഫോട്ടോസ് എടുക്കാൻ തന്നെയാണ് അധികം ആൾക്കാരും വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈറ്റാനിക്കിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഇത്രയും കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകളിലാണ് കേട്ടോ. 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നമ്മൾ കാണുന്നതിന് വളരെ വർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നഷ്ടമൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങി എക്സിബിഷൻ റിലേറ്റഡ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇത് ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കോഴിക്കോട് നിന്ന് സ്വാദിഷ്ടമായിട്ടുള്ള കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഫുള്ള് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു കൊറിഡോർ കഴിഞ്ഞിട്ട് പുറത്തേക്കാണ് പോകുന്നത്. ഈ എക്സിബിഷൻ്റെ ബാക്കി പോർഷൻസ്, ഷോപ്പിങ്ങിൻ്റെ ബാക്കി പോർഷൻസിലേക്കാണ് നമ്മൾ പോകുന്ന 2 സൈഡിലായിട്ട് കുറച്ച് പെയിൻറ്റിങ്സും കാര്യങ്ങളും ഒക്കെ വാൾപേപ്പേഴ്സ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ വളരെ നല്ല കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ
അതുപോലെ നമ്മുടെ താജ്മഹലും ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടോ. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശരിക്കും താജ്മഹലിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന അതേ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ 7 വണ്ടേഴ്സ് തന്നെ വേൾഡ് എന്ന് പറഞ്ഞ പോലെ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് മോണമെൻറ്റ്സ് കാര്യങ്ങൾ ആ ഒരു രൂപങ്ങളുടെ ഫോട്ടോഗ്രാഫ്സൊക്കെ ആയിരുന്നു ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് 3D പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ചെന്നതെന്ന് പിന്നെ കുറച്ച് ഷോപ്പിങ്ങിൻ്റെ ബാക്കി ഏരിയയാണ്. ഇവിടെ കാണുന്ന കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെയാണ്. ബുക്സൊക്കെ നല്ല വൈഡുള്ളൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്നാക്സ്, പപ്പടവും അതുപോലെ മിക്സർ, ചിപ്സ് അങ്ങനെയുള്ള കുറച്ച് ഏരിയ. പിന്നെ നമ്മുടെ ടോയ്സിൻ്റെ ഏരിയ കേട്ടോ. അത് അവിടെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് നമ്മൾ ഓടുകയാണ് ചെയ്തത്. കാരണം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല വിലയാണ് കാര്യങ്ങൾ കേട്ടോ. വില ക്യാപ്പിൻ്റെ ഒരു വൈഡ് കളക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ക്യാപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. അതുപോലെ കൂളിംഗ് ഗ്ലാസ്, അതുപോലെ തൊപ്പി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊന്നും അവിടെ നിന്നില്ല. അവർക്ക് നല്ല ഫാസ്റ്റായിട്ട് പോയി. പിന്നെ നമ്മുടെ ലേഡീസിൻ്റെ സെക്ഷൻ കുറച്ച് ഫാൻസി കാര്യങ്ങൾ, വിവിധ തരത്തിലുള്ള ചീപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കുട്ടികൾക്ക് മേടിച്ച് കുറച്ച് ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളെത്തുന്നത് രാജസ്ഥാനി ചെരുപ്പുകളുടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് തന്നെയായിരുന്നു. ഒരുപാട് ചെരുപ്പുകളുണ്ട്. ഇതിൻ്റെ വിലയും കാര്യങ്ങളും നമ്മൾ തിരക്കിയിട്ടില്ല. അതുപോലെ കുറച്ച് വിത്തിനങ്ങൾ കാണാൻ തന്നെ വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് അവർ വെച്ചിട്ടുണ്ടോ. പാക്കറ്റ് ഒന്ന് തന്നെ 20 രൂപ, 30 രൂപ, 50 രൂപയ്ക്കാണ് പറയുന്നത്. ഇത് നല്ല വിത്താണെന്നൊന്നും അറിയില്ല. ഇതിൻ്റെ ഒറിജിനൽ വിത്തൊക്കെ അവരിങ്ങനെ മുകളിലിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മേടിച്ചിട്ടില്ല. തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് മൊബൈലിൻ്റെ കവേഴ്സ് 100 രൂപയുള്ളൂ. ഏതെടുത്താലും ഒരുവിധം എല്ലാ മോഡൽസിൻ്റെയും കവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പെൻസിൽ ബോക്സ് ഇങ്ങനെ കുറച്ച് കുട്ടികളുടെ സ്റ്റേഷനറി സെക്ഷൻസ് ആയിരുന്നു കേട്ടോ. സ്കൂളൊക്കെ തുറക്കുന്ന അവസരമല്ലേ. അപ്പോൾ സ്റ്റിക്കർ, കീ ചെയിൻ, അതുപോലെ പേന, വിവിധ വെറൈറ്റി ഉള്ള പേന, പെൻസിൽസ്, സ്റ്റിക്കേഴ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതൊക്കെ നമ്മളങ്ങനെ കണ്ടുപോയി, വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ഐസ്ക്രീമിൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ ഐസ്ക്രീമിൻ്റെ സെക്ഷനിൽ ഞങ്ങളിങ്ങനെ എത്തി നോക്കിയിട്ട് പോയത് ഇവിടെ വാങ്ങിയില്ല. പിന്നെ ഉള്ളത് കണ്ടില്ലേ, നമ്മളെ മോതിരം വാങ്ങിയിട്ട് അതിലിങ്ങനെ പേരെഴുതി തരുന്ന ഒരു ഇതുള്ള മോതിരം, അതുപോലെ കീ ചെയിൻ എന്തെടുത്താലും അവർ പേരെഴുതി നമ്മൾ പറയുന്ന പോലെയൊക്കെ അവർ എഴുതി തരും. അങ്ങനെ നമ്മൾ മക്കൾക്കൊക്കെ ഓരോ മോതിരങ്ങളൊക്കെ മേടിച്ച് പേരൊക്കെ എഴുതി ഇട്ടിരുന്നു. അത് ഒരെണ്ണത്തിന് 50 രൂപ കേട്ടോ വില. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് പറ്റിപ്പായിരുന്നു. നമ്മൾ വീട്ടിൽ വന്നത് ഒരു തവണ വാഷ് ചെയ്തപ്പോൾ തന്നെ അതിൽ പേരെല്ലാം മാഞ്ഞു പോയി. അത് പറ്റിക്കപ്പെട്ടു. 50 രൂപ വെറുതെ പോയി ഗൈസ്. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും കഴിഞ്ഞ് നമ്മളങ്ങനെ പുറത്തേക്ക് പോകുന്നത് ഇവിടുത്തെ അമ്യൂസ്മെൻറ്റ് സെക്ഷനിലേക്കാണ്. കുട്ടികൾക്കുള്ള അമ്യൂസ്മെൻറ്റ് റൈഡ്സാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഒത്തിരി തിരക്കെന്ന് പറയാനായിട്ടില്ല. കാരണം വൈകുന്നേരത്ത് ഒരു 4 മണിയായിട്ടേ ഉള്ളൂ നമ്മളിങ്ങനെ കയറുമ്പോൾ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമാണ്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനെ എല്ലാ റൈഡും തിരക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ റൈഡിനും നല്ല റേറ്റാണ് കേട്ടോ അവർ ചോദിക്കുന്നത്. 50 രൂപ, 100 രൂപയൊക്കെയാണ് ഓരോ റൈഡിൻ്റെ ഒരു ടൈമിംഗ് പറയുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ ടൈമിംഗ് ഇല്ല. കാരണം എത്രത്തോളം ആൾ കുറവേണ്ടത് ആയിരിക്കണം, എത്ര വേണമെങ്കിലും ഇരിക്കാമെന്നൊരു ഇതിലാണ് കുട്ടികൾ കയറ്റുന്നത്. അപ്പം അങ്ങനെ മോനെയൊക്കെ കയറ്റിയിട്ട് പിന്നെ നമ്മൾ കണ്ടത് ഇതുപോലെ കുറച്ച് ബൈക്ക് റൈഡ്സ്, അതുപോലെ ഇതിനൊന്നും ആരെയും കണ്ടില്ല കേട്ടോ. അധികം ആൾക്കാർ ആരുമില്ല, വെറുതെ കറങ്ങുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, അതിലും ആരുമില്ല. പിന്നെ ഇത് ഈ ഒരു എന്താണ് എൻ്റെ പേരെന്ന് എനിക്കറിയില്ല, അതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡ്രാഗൺ, അതിൽ നമ്മൾ കുട്ടികൾ കയറിയുന്നുണ്ട്. ആളൊന്നിന് 100, 50, 100 എത്തങ്ങണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ 4 പേരും അതിൻ്റെ അകത്ത് ഉള്ളിൽ കയറിയിരുന്നു. അവർ കുറച്ച് നേരം കയറി. അത് അവരെ കൂടാതെ ഒരു 5-6 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് കുറച്ച് ഗെയിം കളിക്കുന്ന കുറച്ച് ഏരിയയും അതുപോലെ ബാക്കി റൈഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മോള് എല്ലായിടത്തേക്കും ഇങ്ങനെ കറങ്ങി കണ്ടു. നല്ല മനോഹരമായ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, തെറ്റില്ല. പക്ഷേ ഇതിനെല്ലാത്തിനും നല്ല ചാർജാണ് അവർ മേടിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ ഇത് ഇങ്ങനെ ഒരു കറങ്ങുന്ന എന്താ റോളർ വീലോ എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല, ആ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതിലും മക്കൾ കയറി. അപ്പോൾ ഈ ഒരു ഏരിയ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. കുട്ടികൾക്ക് പറ്റിയ സെക്ഷൻസും റൈഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതിനകത്തൊക്കെ അവർ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതും കഴിഞ്ഞിട്ട് നമ്മൾ കയറി ചെന്നത് മരണക്കിണർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. മരണക്കിണർ കണ്ടില്ലേ, അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇൻഷാല്ലാ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ അഭ്യാസ പ്രകടനങ്ങളാണ് ഇവർ കാഴ്ചവെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കണ്ടിട്ട് നമ്മളങ്ങനെ ഇറങ്ങി. നേരം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ലുലുമാളാണ്. ലുലുമാളിൽ കയറി കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അത്യാവശ്യം കാണുന്ന രീതിക്കൊക്കെ എല്ലാം ഉണ്ടായിരുന്നു, നഷ്ടമൊന്നുമില്ല. പിന്നെ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം മറക്കണ്ട കേട്ടോ. മെയ് 30
വരെ എന്തോ ആണ് ഇവിടുത്തെ ഡേറ്റും കാര്യങ്ങളുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തിരുവനന്തപുരത്തെ ടൈറ്റാനിക് എക്സിബിഷൻ്റെ ഫുൾ കാഴ്ചകളും വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.